50,000-ഓളം വരുന്ന അല്ലെങ്കിൽ 1,50,000-ഓളം വരുന്ന ഈ കുട്ടികളുടെ കണ്ണുനീർ ആരു കാണും? കേന്ദ്ര സർക്കാർ കാലാകാലങ്ങളിൽ നിയമങ്ങളും കൊണ്ടുവരട്ടെ. പക്ഷെ അതിന് നിലവിലുള്ള പദ്ധതികളുമായിട്ടുള്ള ടൈപ്പ് വരുമ്പോൾ, നിബന്ധനകൾ പുതിയ പദ്ധതി വരുമ്പോൾ നിലവിലുള്ള പദ്ധതിക്ക് നിബന്ധന വച്ചാൽ വലിയ ഒരു പ്രതിസന്ധി വരാം. അത് വളരെ വലിയൊരു പ്രശ്നമാണ്. എന്തായാലും PM ശ്രീ പദ്ധതിയിൽ കേരള സർക്കാരിനോട് നിബന്ധന വച്ച, അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നിബന്ധന വച്ച കേന്ദ്ര സർക്കാർ തത്വത്തിൽ വഞ്ചിച്ചിരിക്കുന്നത് സമഗ്ര ശിക്ഷാ അഭിയാന്റെ തുകയിലാണ് കൈവച്ചിരിക്കുന്നത്. സമഗ്ര ശിക്ഷാ അഭിയാന്റെ 1000 കോടി രൂപയിൽ കൈവച്ചപ്പോൾ സംഭവിച്ചത് 50,000-ഓളം വരുന്ന 1,50,000-ഓളം വരുന്ന ഭിന്നശേഷി കുട്ടികൾ, ഭിന്നശേഷി എന്ന് നമുക്കറിയാം, നമ്മളങ്ങനെ അവരെ എഴുതിത്തള്ളാതിരിക്കാൻ, അവരെ പാർശ്വവൽക്കരിക്കപ്പെടാതിരിക്കാൻ നമ്മളിട്ടിരിക്കുന്ന വളരെ മധുരമനോഹരമായ ഒരു പേരാണ് ഭിന്നശേഷി. അത് ശരി തന്നെയാണ്, അവർക്ക് വളരെ വിഭിന്നമായ ഒരുപാട് ശേഷികളുമുണ്ട്. പക്ഷേ അവർ ഒരുപാട് സമൂഹത്തിൻ്റെ കരുണയും എന്ന് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞാൽ പിന്നെ അത് ഒരു സിമ്പതി ഫാക്ടറായി പോകും. പക്ഷെ ഒരു എമ്പതി സമൂഹത്തിൻ്റെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അവർക്ക് അവരുടെ അവകാശമാണത്. ഒരു ജനാധിപത്യ സമൂഹം ജനാധിപത്യമാണോ എന്ന് നോക്കുന്നത് അവിടുത്തെ സീനിയർ സിറ്റിസനെയും ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള ഭിന്നശേഷിയായിട്ടുള്ളവരെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും കുട്ടികളെയും സ്ത്രീകളെയൊക്കെ എത്രമാത്രം ആ സമൂഹം കരുതലോടെ നോക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. 1000 കോടി രൂപയാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. ഡിജിറ്റൽ ശ്രവണ സഹായിയുണ്ട്. ഗുണനിലവാരവും കേൾവിക്കുറവിൻ്റെ തോതുമനുസരിച്ച് 30,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ വരും. ഈ കേൾവിക്കുറവുള്ളവർക്ക് ആലോചിച്ച് നോക്കൂ, ഒരു സാധാരണ കുടുംബത്തിലെ അമ്മയ്ക്ക് ഇത് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? മാതാപിതാക്കൾക്ക്. സെറിബ്രൽ പാൾസിയുള്ള കുട്ടികളുടെ ആംഗിൾ ഫുട്ട് ഓർത്തോസിസ് FO ഉപകരണത്തിന് 5,000 മുതൽ 18,000 രൂപ വരെ ചിലവുണ്ട്. പേശി ബലക്കുറവുള്ള കുട്ടികൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പിന്തു നൽകുന്ന ഉപകരണത്തിന് രോഗത്തിൻ്റെ കാഠിന്യമനുസരിച്ച് 40,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ വിലയുണ്ട്. അപ്പോൾ ഈ സഹായമൊക്കെ സർക്കാർ കൊടുക്കാതിരുന്നാൽ എങ്ങനെയാണ് ഒരു വീട്ടിലുള്ള കുടുംബത്തിലുള്ളവർ ഇത് താങ്ങുന്നത് എന്നുള്ളത് വളരെ വലിയ ചോദ്യമാണ്. സംസ്ഥാനത്തിന് മാത്രമായി ഇതിനകത്ത് ചെയ്യാനും കഴിയില്ല, അതാണ് വേറെ വലിയ വിഷയം. പ്രത്യേകിച്ച് കേരളത്തിൽ സാമൂഹ്യക്ഷേമ പരിപാടികൾക്ക് വേണ്ടി വലിയ തുക നൽകുന്നൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഏത് സഹായവും തീർച്ചയായും കേരളത്തിന് വലിയ കൈത്താങ്ങാണ്. എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്നുള്ളതാണ്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കത്തിൽ SSK എന്ന് പറഞ്ഞാൽ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ കേരള, SSKക്ക് സമഗ്ര ശിക്ഷാ കേരളയ്ക്ക് സ്റ്റേറ്റിൻ്റെ പേര് വെച്ചാണ് അത് പറയുന്നത്. കേരളയ്ക്ക് പദ്ധതിയിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളും ഉപകരണങ്ങളും 1 വർഷത്തോളമായി കുട്ടികൾക്ക് കിട്ടുന്നില്ല. പഠനവും ദൈനംദിന ജീവിതവും ആകെ താളം തെറ്റിയിരിക്കുകയാണ്. കാഴ്ച കേൾവി പരിമിതിയുള്ള കുട്ടികൾക്കുള്ള പ്രത്യേക ഉപകരണങ്ങൾ, വീൽ ചെയറുകൾ, പഠന സഹായികൾ എന്നിവയാണ് വിതരണം പാളിയിട്ട് 1 വർഷത്തിലേറെയായി. ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സഹായിക്കാൻ കൂടെ പോകുന്നവർക്കുള്ള എസ്കോട്ട് അലവൻസ്, അതുപോലെ തന്നെ പെൺകുട്ടികൾക്കുള്ള പ്രത്യേക സ്റ്റൈപ്പൻഡ് എന്നിവയും കൂടി വലിയ കുടിശ്ശികയിലാണ് കിടക്കുന്നത്. സ്കൂളിൽ വരാൻ സാധിക്കുന്ന കുട്ടികളുടെ വീടുകളിൽ റിസോഴ്സ് അധ്യാപകർ നേരിട്ടെത്തി പഠിപ്പിക്കണമെന്നുണ്ട്. ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററുകൾ വഴി ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും നൽകുന്ന അതിനും പ്രത്യേക ഫണ്ട് ആവശ്യമുണ്ട്. അത് രണ്ടും മുടങ്ങിക്കിടക്കുകയാണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരിലെയും തെറാപ്പിസ്റ്റുകളുടെ ശമ്പളം സ്ഥിരമായി കൊടുക്കാതിരിക്കുന്നു. അവർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു വിഭാഗവും തെറാപ്പിസ്റ്റുകളും അതുപോലെ തന്നെ ഈ സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേറ്റർമാരും എന്തെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ അവർ കളഞ്ഞിട്ട് പോവുകയാണ്. അല്ലാത്തവർ മാത്രമാണ് ഉള്ളത്. അതൊരു സ്ഥിര ജോലി എന്നുള്ള നില അവർക്ക് കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല അവർക്ക് ശമ്പളവും കൂട്ടിക്കൊടുത്തിട്ട് നിരവധി വർഷങ്ങളായി. എന്തായാലും വളരെ ഫിസിയോതെറാപ്പി സെൻ്ററുകൾ പൂട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു.
സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഫിസിയോതെറാപ്പിക്ക് വലിയ തുക ചിലവാകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാകാത്തത് ഇനി PM ശ്രീയുടെ അടുത്ത വേർഷൻ അല്ലെങ്കിൽ SSKയുടെ അടുത്ത വേർഷനാണ് PM ശ്രീ എങ്കിലും ഇവയെല്ലാം കൂട്ടിക്കുഴച്ച് ചക്ക കുഴയ്ക്കും പോലെ കുഴയ്ക്കുന്നതിന് പകരം ഭിന്നശേഷിക്കാരായിട്ടുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള തുക പ്രത്യേകം കൊടുക്കുന്നതിനുള്ള സംവിധാനം ചെയ്യണം. ഇത് സംബന്ധിച്ച കേസും വഴക്കും സുപ്രീം കോടതി വിഷയങ്ങളും ഒക്കെ കിടക്കുകയാണ്. പക്ഷേ എന്നിട്ടും ഇതിനൊരു പരിഹാരം ശാശ്വതമായി ഉണ്ടാകുന്നില്ല. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇതിനകത്ത് ഗൗരവമായി ഇടപെടണം. ഒരു സ്റ്റേറ്റിൽ എന്ത് സിലബസ് പഠിപ്പിക്കണം എന്നുള്ളതിൻ്റെ തർക്കങ്ങളും സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ കുറച്ച് അനാവശ്യമായ തർക്കങ്ങളാണ്. രണ്ട് കൂട്ടരും ഈ പിടിവാശി വിടണം. സ്റ്റേറ്റുകളുടെ നാനാത്വത്തിൽ ഏകത്വമുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യത്ത് സിലബസുകളൊക്കെ വളരെ പ്രാദേശികമായിട്ടുള്ള മറ്റേ കോമണായ ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ പഠിക്കുമെങ്കിലും പ്രാദേശിക ഭാഷകൾക്കും പ്രാദേശിക ചരിത്രത്തിനും പ്രാദേശികമായ ഒരുപാട് കാര്യങ്ങൾക്ക് വലിയ സാധ്യതയുള്ളതാണ്. ബയോഡൈവേഴ്സിറ്റിയും ക്ലൈമറ്റും എൻവയോൺമെൻറ്റും വാട്ടറും ഒക്കെ കുട്ടികൾ പഠിക്കണം, സിവിക് സെൻസും ഒക്കെ. അപ്പോൾ അതൊക്കെ പഠിക്കുന്ന അതിലുപരിയായി വിവാദങ്ങളും തർക്കങ്ങളും സിലബസ് ആരുണ്ടാക്കുമെന്നുള്ള പ്രശ്നങ്ങൾ ഒരു വശത്ത്, സിലബസിനെ സംഘവൽക്കരിക്കുമെന്ന് പറഞ്ഞുള്ള വേറെ ചില വിഷയങ്ങൾ, സിലബസിനെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുമെന്ന് പറഞ്ഞുള്ള ചില പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു കുട്ടിയുടെ സിലബസിൽ സംഘവൽക്കരിക്കാനോ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാനോ ഇനി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആശയ തത്വങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല സിലബസ് എന്നുള്ള ഒരു സാമാന്യ യുക്തി പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതുപോലെ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞ് സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത് കേന്ദ്രമാണോ സംസ്ഥാനമാണ് തിരഞ്ഞെടുക്കുന്നത്, പക്ഷേ അതിലും കേന്ദ്രത്തിന് ഇടപാടുണ്ടെന്നും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ഷോക്കേസ് പീസുകളാണ് PM ശ്രീ സ്കൂളുകളെന്നും അത് കഴിഞ്ഞാൽ എല്ലാ സ്കൂളിലേക്ക് ഇത് വരുമെന്നൊക്കെ പറഞ്ഞുള്ള വലിയ ആശങ്കകൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. അതിൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞത് ചുരുക്കത്തിൽ തത്വത്തിൽ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഈ ഭിന്നശേഷി കുട്ടികളുടെ പഠനവും പരിപാലനവും അവരുടെ മാനേജ് ചെയ്യുന്നതും അവതാളത്തിലായിരിക്കുകയാണ്. 1000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല. 142 ബ്ലോക്കുകളിലും ഇത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷന്മാർക്ക് കൊടുക്കണം, ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് കൊടുക്കണം, BRCകൾക്ക് കൊടുക്കണം. വലിയ തുകയാണ് ശമ്പള കുടിശ്ശികയായിട്ടൊക്കെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗം കുട്ടികളെ പ്രത്യേകിച്ച് പിന്നെ കേൾവിക്കുറവും അതുപോലെ നട്ടെല്ലിൻ്റെ പ്രശ്നങ്ങൾ, എഴുന്നേറ്റ് നിൽക്കാനുള്ള പ്രശ്നങ്ങൾ, കാഴ്ച പരിമിതി, അങ്ങനെ നിരവധി സംസാരിക്കാനുള്ള പ്രശ്നങ്ങൾ, നിരവധി പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്. അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ മുന്തിയ പരിഗണനയായി അല്ലെങ്കിൽ മുന്തിയ വിഷയമായി വരേണ്ടതാണ്. നിർഭാഗ്യവശാൽ കരാറുകളുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ഒക്കെ പേരിൽ കുരുക്കിലാകുന്നത് ഈ പാവം കുട്ടികൾ കൂടെയാണ്, അവരുടെ മാതാപിതാക്കളാണ്. അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ ജനിച്ചാൽ അത് അച്ഛൻ്റെ അമ്മയുടെയും കുറ്റവുമല്ല അങ്ങനെ ജനിച്ചത്, കുഞ്ഞിൻ്റെ കുറ്റം ഒരിക്കലുമല്ല. അതുകൊണ്ട് ഇതിന് കൃത്യമായ കരുതലോടെ സംസ്ഥാനം വീക്ഷിച്ചേ കഴിയൂ. കേന്ദ്രം അതിനാവശ്യമായ എല്ലാ സഹായവും മറ്റെല്ലാ മാനദണ്ഡങ്ങളും മാറ്റിവെച്ച് നൽകിയേ കഴിയൂ.